ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ഇല്ല. എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് നോക്കാം. ചെറിയൊരു സ്റ്റോറി എന്ത് ചെയ്യാം ഞാൻ പറയാം. ആ സ്റ്റോറിയിലൂടെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു സ്റ്റോറി വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു സ്പാർക്കാണ് അല്ലേ. ആ സ്പാർക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസാണ് പറയുന്നത്. സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കേസ് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന, എല്ലാ എക്സാംസിനും നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കില്ല. മേ ബി നിങ്ങൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു കേസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ചിന്തിച്ച് നോക്കുക. അപ്പം സ്മാർട്ട് കിഡായിരുന്നു ഞാൻ പറയുന്ന സ്റ്റുഡൻറ്റ്, സ്മാർട്ട് കിഡായിരുന്നു. ആ കിഡിനൊരു സീറോ മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ സ്കോർ ചെയ്യുമായിരുന്നു, നല്ല രീതിയിൽ എന്തായിരുന്നു, നല്ല രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യും, കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് റിവൈസ് ചെയ്ത് ഡിക്റ്റേഷൻസും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരുന്നു ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് വന്ന നല്ല ഓവർവെൽംഡ്, അതായത് എല്ലാ കാര്യത്തിനും, ആ കുട്ടി ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഓവർവെൽം ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതായത് എല്ലാവരും എന്ത് ചെയ്യും, പുകഴ്ത്തും. എല്ലാവരും ഈ ഒരു കുട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അല്ലെങ്കിൽ സ്കോർ ചെയ്യുന്നതിനൊക്കെ എല്ലാവരുടെ നല്ല രീതിയിൽ എന്തായിരുന്നു, അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റുഡൻറ്റ്. അപ്പോൾ അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡസ് ദിസ് ലുക്ക് ഫെമിലിയർ? നിങ്ങൾ എപ്പോഴും ഈ ഒരു കുട്ടിയുടെ കേസ് പറഞ്ഞപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. നിങ്ങളുടെ കേസ് എന്നാണോ ഇത് പറയുന്നത്, അല്ലെങ്കിൽ വേറെ ആരുടെയും കേസ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ജസ്റ്റ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസാണ്. അപ്പം ഇനിയാണ് ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസിലേക്ക് വേറൊരു കാര്യം വരുന്നത്. എന്താണ് കാര്യം? സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു, ലേറ്റർ ട്രാപ്പിൽ എന്ത് ചെയ്യും, പെട്ടുപോയി. എങ്ങനെയാണ് ലേറ്റർ ട്രാപ്പിൽ പെട്ടുപോയി? എന്തൊരു കാര്യം വരുമ്പോഴും ആ കുട്ടി പറയാണ് ഐ വിൽ ഡു ലേറ്റർ, അതായത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് വൺ മോർ ഗെയിം. അതായത് ഇപ്പൊ നമ്മളൊരു ഗെയിമിലെ ഒരു ലെവല് കളിക്കാൻ, നമ്മൾ ഓരോ ഗെയിംസ് ഒക്കെ കളിക്കും. നിങ്ങൾ പലരും ഗെയിംസോ കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടാവും. സോ ആ ഗെയിംസിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഓരോ ലെവല് പോകുമ്പോഴും നമുക്കൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ആവും അല്ലെ, അടുത്ത ലെവൽ എന്തായിരിക്കും അല്ലെ. നിങ്ങൾ ഒരുപാട് ആൾക്കാർ മൈൻക്രാഫ്റ്റ് അതുപോലെ തന്നെ റോബ്ലോക്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കളിക്കുന്നുണ്ടാവും. സോ ആ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മൈൻഡിലേക്ക് വരിക, യെസ് നമ്മൾ എങ്ങനെയാണ് ഇത് അടുത്തൊരു ലെവലിൽ എന്തായിരിക്കും എന്നുള്ളതായിരിക്കും നമുക്ക് ക്യൂരിയസ് ആയിരിക്കും, റൈറ്റ്. സോ ആ ഒരു കാര്യം വരുന്ന സമയത്ത് ജസ്റ്റ് വൺ മോർ ഗെയിം എന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു കുട്ടി എന്താണ്, ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എന്ത് ചെയ്യും, നാളെ ചെയ്യാം എന്നുള്ള ആ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ അവിടെ എന്ത് ചെയ്യും, വിൻ ചെയ്യുന്നു. ആ സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ അതാണ് സംഭവിച്ചത്. പിന്നീട് ആ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു, സ്കൂളിലേക്ക് എത്തി. ലേറ്റർ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് സ്കൂളിൽ എന്താണ്, ആളും ഫുള്ള് ബഹളങ്ങളാണ് അല്ലേ. അതാണ് ഒരു കോർ എന്ന് പറഞ്ഞത്. ആ ഒരു കോറിലേക്ക് എത്തിയ സമയത്ത് പിയർ ഗ്രൂപ്പ്സ് ഉണ്ട്. നമ്മൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് എന്തുണ്ടാവും, ഡൗട്ട് ചെയ്യും. വൈ ആം ഡൂയിങ് ദിസ്, ഞാൻ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫീലിംഗ് ടോട്ടലി ഡ്രെയിൻഡ്, ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, എനിക്കൊന്നും കിട്ടുന്നില്ല അല്ലെ, എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല, എനിക്ക് ഫ്യൂച്ചറിൽ എന്താണ് കിട്ടുന്നുള്ള ഒരു ഐഡിയ പോലും എനിക്കില്ല, പക്ഷെ ഞാൻ എന്തിനാണ് ഈ ഒരു പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പലരും എന്ത് ചെയ്യും, ചിന്തിച്ച് നോക്കും അല്ലെ, ചിന്തിച്ച് നോക്കാറുണ്ടാവും. സോ അതെന്ത് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ റണ്ണിങ് ഓൺ എം ടി, ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. റണ്ണിങ് ഓൺ എം ടി ആണ്, ഒന്നുമില്ല, എന്തിനാ വേണ്ടി ചെയ്യുന്നത് അതൊന്നും അറിയില്ല. ആ സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ എന്തിനാ, ആ സ്റ്റുഡൻറ്റിന് ഒരു കാര്യവും അറിയില്ല. സോ ഈ ഒരു കേസിൽ ഐ കാൺ കീപ് ഡൂയിങ് ദിസ്, അതായത് എനിക്ക് ഇതൊന്നും പറ്റില്ല, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല ഇത്, എന്താണ്, നത്തിങ് മാറ്റേഴ്സ്. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല അല്ലേ. അതായത് എന്നെ കൊണ്ട് ഈ ഒരു കാര്യം സംഭവിക്കില്ല എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. സോ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസിലും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയാണ് നമ്മളുടെ അവിടേക്ക് ഒരാൾ വരുന്നത്. അതായത് ലൈക്ക് ഞാനൊരു ആളെ എന്ത് ചെയ്തു, ഞാനൊരു മെൻറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞുള്ളത്. മീറ്റ്സ് ആൻ ഓൾഡർ സ്റ്റുഡൻറ്റ്, അതായത് ഒരു ഓൾഡർ സ്റ്റുഡൻറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നു വിചാരിക്കുക. ആ സ്റ്റുഡൻറ്റ് മീറ്റ് ചെയ്യാണ് സമ്മൺ ഹു ഗെറ്റ്സ് ഇറ്റ്, അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളെ നമ്മൾ മുന്നിലേക്ക് കിട്ടുകയാണ്. സോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് പുതിയ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് സ്റ്റഡി ചെയ്യേണ്ടത്, സ്റ്റഡി പാറ്റേൺ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു എൽഡർ വണ്ണിനെ നമ്മൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പം നമ്മൾ കിട്ടിയിട്ടുള്ള ആ ഒരു ട്രാപ്പിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് മറികടക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ആൻഡ് പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ ആ സ്റ്റുഡൻറ്റിൻ്റെ കേസിലും അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം സീക്രട്ട് നമ്പർ 1 എന്താണ് സീക്രട്ട്? അതിൻ്റെ ഫസ്റ്റ് സീക്രട്ട് ആണ് 2 kinds of fuel. നമ്മൾ പഠിക്കുന്നതിന് 2 kinds of fuel ഉണ്ട്. നമ്മൾ ഒന്ന് എക്സ്ട്രിൻസിക് ആയിട്ട്, അതായത് നമ്മളെ എക്സ്റ്റേണലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്റ്റേണലി നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരുപാട് ഫാക്ടറുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണലി നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരുപാട് ഫാക്ടറുകളുണ്ട്. എക്സ്റ്റേണലി നമ്മൾ വരുന്ന ആളുകൾ നമ്മളെ എക്സ്ട്രിൻസിക് ഫാക്ടർ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ട് വരുന്ന ഫാക്ടറുകളാണ്. ഏതൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് പലപ്പോഴും പലരും എന്തായിരിക്കും, ഗ്രേഡ്സിന് വേണ്ടിയായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അതാണ് എക്സ്റ്റേണൽ ഹാപ്പിനെസ്. അതായത് മറ്റുള്ളവർ കാണുമ്പോൾ എനിക്ക് നല്ല മാർക്സ് കിട്ടുന്നുണ്ട്, സോ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഓരോ അപ്രീസിയേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ. സോ അതായിരിക്കും നമ്മൾ ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള സോഴ്സ് ആയിട്ട് നമുക്ക് ഹാപ്പിനെസ്സിൽ വരുന്നത്. അവോയ്ഡിങ് ഗെറ്റിംഗ് യെൽഡ് അറ്റ്, അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യില്ല, നമുക്കറിയില്ല. നമ്മൾ ഗ്രേഡ്സിന് വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ അതല്ല ഒരിക്കലും നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇൻട്രിൻസിക് ആയിട്ട് വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻസൈറ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടാനുണ്ട്. എന്തൊക്കെയാണ്? ഡു ഇറ്റ് ഫോർ ക്യൂരിയോസിറ്റി. അതായത് നമ്മൾ ഇപ്പോൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, ഇപ്പം നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അത് ക്യൂരിയസ് ആയിട്ട്, അതായത് നമ്മൾ അടുത്ത ലെവൽ എന്താണ്, നമ്മൾ ഓരോ ഗെയിം കളിക്കുന്ന സമയത്തും അടുത്ത ലെവൽ എന്താണ്, ഇങ്ങനെ ആയിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുക. സോ അതേപോലെ ആയിരിക്കണം നമ്മളെ ഒരു ഇൻട്രിൻസിക് ഫാക്ടർ വർക്ക് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. കണക്റ്റിംഗ് ടു ഗോൾസ്, അതായത് നമ്മുടെ ഗോള് കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, നമുക്ക് പറ്റണം. നമുക്ക് എല്ലാവർക്കും ഒരു എയിം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും എയിം വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ഡൗൺ ചെയ്യുക കേട്ടോ. ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ഡൗൺ ചെയ്യുക. എങ്ങനെയുള്ള ഒരു പൊസിഷനിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു അംബീഷനാണ് നിങ്ങൾ ഉള്ളതെന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. സോ ആ ഒരു ഗോളിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു സിംഗിൾ ടാസ്ക് അല്ലേ. ആക്ച്വലി ആ ഒരു ഗോൾ എന്ന് പറയുന്നത് നമ്മളൊരു സപ്പോസ് നിങ്ങൾ ഒരു 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ മേ ബി നിങ്ങളുടെ ഒരു അറൗണ്ട് 6 or 10 years കഴിഞ്ഞിട്ടുള്ള ഒരു അംബീഷൻ ആയിരിക്കും, റൈറ്റ്? അപ്പോൾ അതിന് ആ ഒരു കണക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് അല്ലേ. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു പോകുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അത്തരത്തിലുള്ള ആ ഒരു ഗോളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് ഗോളിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് എത്താൻ പറ്റുക. ഡോണ്ട് സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ടെസ്റ്റിന് വേണ്ടി ആയിരിക്കരുത് സ്റ്റഡി ചെയ്യുന്നത്. സ്റ്റഡി ഫോർ യുവർ ഫ്യൂച്ചർ സെൽഫ്. അതായത് നമ്മുടെ ഫ്യൂച്ചറിലൊരു സെൽഫ് ഉണ്ട് അല്ലേ, നമുക്ക് ഫ്യൂച്ചറിലൊരു സെൽഫ് ഉണ്ട്. ആ ഫ്യൂച്ചർ സെൽഫിൽ നമ്മൾ എവിടേക്ക് എത്തണം, നമുക്ക് എന്തുണ്ടാവും, കറക്റ്റ് ആയിട്ടുള്ളൊരു അംബീഷനും ഗോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളും പഠിക്കേണ്ടത്. ഫൈൻഡ് ദ മീനിങ് ഇൻ ദ മെസ്. അതായത് നമ്മൾ മെസ്സി ആയിട്ട്, അതായത് ഇപ്പം നമ്മളെ ഫുള്ളി ഒരു കോറാണ് അല്ലേ നമ്മൾ പറഞ്ഞു, അതായത് ഒരു കെയോസ് ആയിട്ടായിരിക്കും നമ്മളെ ലൈഫ് കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മെസ്സിൽ നിന്ന് ഫൈൻഡ് കറക്റ്റ് മീനിങ്. നമ്മൾ ആ കറക്റ്റ് മീനിങ്, നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. സോ അതാണ് കണക്ട് ദ ഡോട്ട്സ് എന്ന് പറയുന്നത്. ഇനി സീക്രട്ട് നമ്പർ 2 എന്താണ്? സീക്രട്ട് നമ്പർ 2 എന്നുള്ളത് നമുക്ക് നോക്കാം. ദ പവർ ഓഫ് മൈക്രോ ഗോൾസ്. എപ്പോഴും നമ്മൾ മൈക്രോ ഗോൾസ് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു കോട്ട് കാണാൻ പറ്റും, ഈച്ച് സ്മോൾ സ്റ്റെപ്പ് എ ക്വൈറ്റ് വിൻ. അതായത് ഒരു ക്വൈറ്റ് വിന്നാണ് ഓരോ സിംഗിൾ സ്മോൾ സ്റ്റെപ്സ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്താണ് നോക്കാം, സ്മാഷ് ദ ബോൾഡർ, ബിഗ് ടാസ്ക് കോസസ് പാനിക്. എപ്പോഴും നമുക്ക് ഒരു ബിഗ് ടാസ്ക് വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമ്മൾ പാനിക് ആവും. സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബ്രേക്ക് ഇൻ ടു ടൈനി പീസസ്. നമ്മൾ ചെറിയ പീസസ് ആക്കി എന്ത് ചെയ്യാം, ആ ഒരു ഗോളിനെ നമ്മൾ എന്താ ചെറിയ, അതായത് നമ്മളിപ്പം ഒരു എക്സാം അല്ലേ, നമ്മളൊരു ഫൈനൽ എക്സാമിന് വേണ്ടി പഠിക്കുകയാണെന്ന് വിചാരിക്കാം. ബട്ട് നമ്മൾ ടെസ്റ്റിന് വേണ്ടിയല്ല പഠിക്കുന്നത്, എന്നാലും നമ്മളൊരു ഫൈനൽ എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഫൈനൽ എക്സാമിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഗോൾ, നമ്മൾ മൈക്രോ ഗോൾസ് സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ജീവിതത്തിലും ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും മൈക്രോ ഗോൾസ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മേക്ക് ഇറ്റ് റിഡിക്കുലസ്ലി ഈസി. അതായത് ഈ ചെറിയ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വിൻ ദ സ്മോൾ ബാറ്റിൽസ്. അതായത് നിങ്ങൾക്ക് ഓരോ കിട്ടുന്ന ചെറിയ ബാറ്റിൽസും എന്ത് ചെയ്യുക, ചെറിയ ഗെയിംസും നിങ്ങൾ എന്ത് ചെയ്യുക, വിൻ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ സീക്രട്ട് നമ്പർ 3. എന്താണ് സീക്രട്ട് നമ്പർ 3 എന്നുള്ളത് ചോദിക്കുക, ദ നോട്ട് യെറ്റ് മൈൻഡ് സെറ്റ്. അതായത് ഇപ്പം ആയിട്ടില്ല, ടൈം ആയിട്ടില്ല അല്ലേ, നമ്മൾ പലപ്പോഴും പറയും, അതായത് എക്സാം അന്നല്ലേ, അപ്പോൾ അന്ന് പഠിച്ചാൽ മതി അല്ലേ. സോ ആ ഒരു കാര്യമായിരിക്കും പലപ്പോഴും പല ആളുകളും പറയാറുള്ളത്. സോ ഐ വിൽ നെവർ ബി ഏബിൾ ടു ഡു ഇറ്റ്. എനിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. ഐ ന്യൂ ഐ കുഡ് ഡു ഇറ്റ്. അതായത് 2 സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. എനിക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല,
ഐ ന്യൂ ഐ കുഡ് ഡു ഇറ്റ്. അതായത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം ഇല്ലേ. 2 മൈൻഡ് സെറ്റാണ് നിങ്ങൾ ഈ ഒരു പിക്ചറിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ അതേപോലെ തന്നെ ഐ കാൺ ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളുടെ ഡിക്ഷണറിയിൽ അല്ലേ. നമ്മൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ടാവും, നമ്മൾ എൻ്റെ ഡിക്ഷണറിയിൽ ഇങ്ങനെ ഒരു വേർഡ് ഇല്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മേ ബി. അപ്പോൾ നമ്മൾ കൊളോക്കിയലി പറയുന്ന ഒരു ടേം ആണെങ്കിലും അതെന്താണ്, നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഒരിക്കലും ഐ കാൺ ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് എന്ത് ചെയ്യരുത്, ഉണ്ടായിരിക്കരുത്. യുവർ ബ്രെയിൻ ഈസ് എ മസിൽ. നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു മസിലാണ്. അപ്പോൾ മസിൽ മെമ്മറി എങ്ങനെയായിരിക്കും, നിങ്ങൾ ഒരിക്കലും എനിക്കിത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങളെ ബ്രെയിൻ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇനി ഫെയിലർ ഇസ് ഡാറ്റ, അതായത് നോട്ട് എ ലേബൽ. അതായത് ഫെയിലർ എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ്, അത് ഒരു ലേബലാക്കി നമ്മൾ ഒരിക്കലും കൊണ്ടുപോകരുത് കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മൾ ഫെയിലർ ആണെന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനും പറയും യു ആർ എ ഫെയിലർ എന്ന്. നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും, നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. സോ ആ ബ്രെയിൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മളവിടെ ഫെയിൽ ആവാണ് ചെയ്യുക, നമ്മൾ ലൈഫിൽ ഫെയിൽ ചെയ്യുകയാണ് ചെയ്യുക. ആഡ് ദ മാജിക് വേർഡ് യെറ്റ്, അതായത് ഇതുവരെ തീർന്നിട്ടില്ലേ, ഇനിയും ഉണ്ട് എന്ന് എന്ത് ചെയ്യണം, നിങ്ങളെപ്പോഴും ചിന്തിക്കണം. സോ ഇതാണ് നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ മോട്ടിവേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് പുട്ട് ഇൻ ഇറ്റ് യുവർ വർക്ക്, അതായത് നിങ്ങളെ വർക്കിലേക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കാര്യങ്ങൾ ചെയ്യണം. ദ വൈ, നിങ്ങൾ സ്റ്റഡിയുടെ കേസിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്, റിമെമ്പറിങ് ദ ഗെയിം ഡിസൈൻ ഗോൾ. അതായത് നിങ്ങൾ എന്താണ് ഗോൾ, നിങ്ങൾ ഫ്യൂച്ചറിൽ എന്താണ് ഗോൾ, അതിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മൂവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മൈക്രോ ഗോൾസ്, എപ്പോഴും എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ഗോളുകൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഡൂയിങ് 5 മാത്ത് പ്രോബ്ലംസ് എ ഡേ, അതായത് നിങ്ങൾക്ക് മാത്ത് ആണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇന്ന് തന്നെ മാത്സിൻ്റെ ഓരോ 5 പ്രോബ്ലംസ് വെച്ച് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി മാത്സ് ഈസി ആവാൻ തുടങ്ങും. നിങ്ങൾക്ക് ഓരോ ഡേയ്സ് കഴിയുന്തോറും നിങ്ങൾക്ക് മാത്സ് ഈസി ആവാൻ തുടങ്ങും. സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദ മൈൻഡ് സെറ്റ് ലേണിംഗ് ഫ്രം ദ മിസ്റ്റേക്സ്. എപ്പോഴും എന്താണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണം, നിങ്ങൾ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, ആ മിസ്റ്റേക്ക് വീണ്ടും നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കരുത്. ഡസ് നോട്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക് ഇറ്റ് സെൽഫ്. ആ മിസ്റ്റേക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ ആ മിസ്റ്റേക്ക് എന്ത് ചെയ്യരുത്, വരുത്തരുത്. അപ്പം മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. സോ മിസ്റ്റേക്ക് ഇനി വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മിസ്റ്റേക്കിൽ നിന്ന് ഒരുപാട് ലേണിങ്സ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരു ഡേ കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ അച്ചീവ് ചെയ്യാനുള്ള ഗോളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ എത്താൻ പറ്റിക്കൊള്ളുന്നില്ല. സോ പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ. പ്രോഗ്രസ് ആണ്, ഓരോ ഡേയും നമുക്ക് എന്താണ്, പ്രോഗ്രസ് ആണ്, നോട്ട് എ പെർഫെക്ഷൻ. നമ്മൾ പെർഫെക്റ്റ് ആവണം എന്നല്ല നമ്മൾ ഓരോ ഡേയും നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡേയും നമുക്ക് പ്രോഗ്രസ് ഉണ്ടോ, അതായത് യെസ്റ്റർഡേ കമ്പയർ ചെയ്യുമ്പം അല്ലെങ്കിൽ ഇന്നലെ കമ്പയർ ചെയ്യുമ്പം ഇന്നലത്തേനേക്കാളും എനിക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. ഇഫ് ഇറ്റ് വോണ്ട് ബി പെർഫെക്റ്റ്, അതായത് അത് എപ്പോഴും പെർഫെക്റ്റ് ആവണ വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പെർഫെക്റ്റ് ആവണ വരെ വർക്ക് ചെയ്യണം. ഫസ്റ്റത്തെ ട്രയൽ തന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആവണമെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, തിങ്ക് ചെയ്യരുത്. യു വിൽ മെസ് അപ്പ്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ നിങ്ങൾ ഡൗൺ ആവും. അതുപോലെ തന്നെ കീപ് സ്റ്റെപ്പിംഗ് ഫോർവേഡ്. എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കാൻ ശ്രമിക്കുക, ഒരിക്കലും പുറകോട്ടേക്ക് എന്ത് ചെയ്യരുത്, നിങ്ങൾ പോരുത്. ജസ്റ്റ് റീസെറ്റ് ആൻഡ് റീസ്റ്റാർട്ട്. എപ്പോഴും എന്ത് ചെയ്യുക, റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എവിടെയെങ്കിലും മിസ് ഔട്ട് വരാണെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യുക. ദിസ് ഈസ് ദ മോട്ടിവേഷൻ ദാറ്റ് ഐ ക്യാൻ കീപ്. എനിക്ക് പറയാനുള്ള ഒരു മോട്ടിവേഷൻ പറയുന്നത് ഇതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയി മാറാൻ എന്ത് ചെയ്യുക, ശ്രമിക്കുക. സോ നിങ്ങൾ പെർഫെക്റ്റ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾ സയൻസിലും മാത്സിലും ഒക്കെ മിടുക്കരാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പെർഫെക്റ്റ് ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ് ആൻഡ് വൈയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും എക്സ് ആൻഡ് വൈ ലേണിംഗ് ഫൗണ്ടേഷനിലേക്ക് നിങ്ങൾ എന്ത് ജോയിൻ ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് നമ്മൾ മുന്നിലുള്ള അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ ലേണിംഗിൽ ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് ആണ്. അതായത് നിങ്ങൾ പറഞ്ഞു അല്ലേ, ഒരു വലിയ ചാപ്റ്റർ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് കാണാന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോകളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ വീഡിയോയും കണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പോകാൻ പറ്റും അല്ലേ. അത്തരത്തിലുള്ള റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതും എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആയിരിക്കും, IITSും അതുപോലെ തന്നെ NIT ഡോക്ടേഴ്സ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തിനാണ് ഇത്രയും അധികം വലിയൊരു IITയിലൊക്കെ പഠിച്ചത് അല്ലെങ്കിൽ NITയിലൊക്കെ പഠിച്ച ഡോക്ടർമാരായിട്ടുള്ള ടീച്ചേഴ്സ് എന്തിനാണ് നമുക്ക് ക്ലാസ് എടുക്കേണ്ടത്, അവർ ആ ഒരു ജോലി ചെയ്താൽ മതിയില്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ ആക്ച്വലി ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്ത് അത് ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
ഇത്തരത്തിലുള്ള ആളുകളുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നത് ഒരു മോട്ടിവേഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും അവരെ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പേർട്ട് ലേഡ് ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കേരളാസ് പ്രീമിയർ 1-to-1 മെന്റർഷിപ്പ്, അതായത് ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്ത് വരാൻ, നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ട് തരാൻ, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ മുന്നിൽ ഒരു എൽഡർ ആയിട്ടുള്ള ഒരു മെന്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മെന്റർ ഉണ്ടാവും. 1-to-1 മെന്റർഷിപ്പ് ആണുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഡൗട്ട് ക്ലിയറൻസ്, എല്ലാ തിങ്സും, അതായത് നിങ്ങളുടെ സയൻസ് ആവട്ടെ മാത്സ് ആവട്ടെ അതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്രഹെൻസീവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് അസസ്മെന്റ്സ് ഉണ്ടാവും. ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട് അല്ലേ, USS, ഒളിമ്പ്യാഡ്സ്, ന്യൂമാത്സ്, NMMS, അതുപോലെ തന്നെ NSTC, UIMO, അങ്ങനെയുള്ള ഒരുപാട് അധികം എക്സാംസ് ഉണ്ട്. അതിനെല്ലാം നിങ്ങൾക്ക് കോച്ചിങ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് ലേണിംഗ് ത്രൂ സിമുലേഷൻസ് ആൻഡ് വിഷ്വൽ ടൂൾസ്, അതായത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, അത് നമുക്കൊരു ആപ്പിലൂടെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലൂടെയൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നേടിയെടുക്കാൻ പറ്റും. അപ്പം പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളായിരിക്കും മേ ബി ടോപ്പർ ആയിട്ടുണ്ടാവുക. അപ്പം നിങ്ങളുടെ പോലെയുള്ള ഒരുപാട് സ്റ്റുഡൻസ്, അതായത് ഗ്ലോബലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രീസിലുള്ള സ്റ്റുഡൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നിങ്ങൾക്ക് ഫൗണ്ടേഷനിലൂടെ കിട്ടുന്നത്. അതുപോലെ തന്നെ 12,000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്റർ നിങ്ങൾ പോകുന്ന സമയത്തും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി കൺസെപ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടി പഠിക്കുന്ന മാത്രമല്ല, നമ്മൾ ഫ്യൂച്ചർ സെൽഫിന് കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഡെഡിക്കേറ്റഡ് സോഷ്യൽ സയൻസ്, നിങ്ങൾക്ക് ഈ വർഷം മുതൽ സോഷ്യൽ സയൻസിൻ്റെ 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയുടെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിന് പുറമേ തന്നെ നിങ്ങൾക്ക് ബേസിക് മാത്സ് കോഴ്സും കൂടി എന്താണ് അവൈലബിൾ ആണ്. 2,999 കോഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ബേസിക് ആയിട്ട് മാത്സിൽ നിങ്ങൾ കുറച്ചുകൂടിയും നിങ്ങൾക്ക് അഡ്വാൻസ് ലെവലിലും കൂടി പഠിക്കണം, അല്ലെങ്കിൽ ബേസിക് ആയുള്ള കാര്യങ്ങൾ ഒന്നുകൂടിയും അടിപൊളിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 6, 7, 8 ക്ലാസ്സുകൾക്കുള്ള അഡ്മിഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 7-നാണ്, ജൂലൈ 7-നാണ് നമ്മളെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ 7561881133 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പിൻഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇതുപോലെയുള്ള ഒരുപാട് സ്റ്റഡി ഹാക്സ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സ്റ്റഡി ഹാക്സിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി ഹാക്സ് എന്ന് കമന്റ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൺസേൺസ് ഉള്ളത്, അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ടിന് എന്ത് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ മടിച്ച് നിൽക്കുന്ന, നാളെ ചെയ്യാം എന്ന് മടിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടാവില്ലേ, ഫ്രണ്ടിന് എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫൗണ്ടേഷനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫൗണ്ടേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെയുള്ള ഒരു വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ വരുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.